വാർത്തയിലേക്ക് പോകുന്നു. വിരാട് കോഹ്ലി വിരമിച്ചിരിക്കുന്നു. പ്രഖ്യാപനം ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നാണ് കോഹ്ലി വിരമിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, കായിക പ്രേമികൾക്ക് ഏറെ വലിയൊരു തിരിച്ചടിയാണ്, അല്ലെങ്കിൽ സങ്കടകരമായ ഒരു കാര്യമാണ്. കാരണം ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം എന്നുള്ളതും കൂടിയാണ് ഏറെ സങ്കടകരം, അല്ലേ? കളേഴ്സ് തീർച്ചയായും ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ലോക ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച താരമെന്ന വിശേഷണം തന്നെയാണ് വിരാട് കോഹ്ലിയെ സംബന്ധിച്ചുള്ളത്. വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു എന്നതാണ് ഈ നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പുറത്തുവരുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരാട് കോഹ്ലി ടെസ്റ്റ് മതിയാക്കിയിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചത്. അതിന് പിന്നാലെയാണ് വിരാട് കോഹ്ലിയും വിരമിക്കും എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ ഇംഗ്ലണ്ട് പരമ്പരയ്ക്കുള്ള ടീമിൽ തന്നെ ഉൾപ്പെടുത്തരുത് എന്നൊരു കാര്യം കൂടി BCCയോട് അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നു എന്നതും കൂടി ആ രീതിയിലും റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. കാളിദാസ് സൂചിപ്പിച്ച പോലെ തന്നെ അടുത്ത മാസം ഇംഗ്ലണ്ട് പര്യടനം തുടങ്ങാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ അപ്രതീക്ഷിതമായ വിരമിക്കൽ പ്രഖ്യാപനം എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഒരു കുറിപ്പിലാണ് ഈ രീതിയിൽ താൻ വിരമിക്കുന്നു എന്നൊരു കാര്യം വിരാട് കോഹ്ലി പ്രഖ്യാപിച്ചത്. എന്തായാലും വളരെ ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം, 14 വർഷത്തെ ടെസ്റ്റ് കരിയർ എന്നത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വളരെ മികച്ച ഇന്നിങ്സുകൾ കാഴ്ചവെച്ച, മികച്ച പ്രകടനം കാഴ്ചവെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരമാണ് വിരമിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് എല്ലാ ഫോർമാറ്റിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്ന താരം. അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിനെ സംബന്ധിച്ച് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തിരുന്നു. കൂടാതെ മികച്ച റെക്കോർഡുകൾ അടക്കം നേടിയ ഒരു താരം എന്ന രീതിയിലെല്ലാം തന്നെ വിരാട് കോഹ്ലിയെ നമുക്ക് വിശേഷിപ്പിക്കാം. ആ രീതിയിൽ വിരാട് കോഹ്ലിയും ടെസ്റ്റ് മതിയാക്കിയിരിക്കുന്നു എന്നതാണ്, ടെസ്റ്റിൽ നിന്നും വിരമിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. ഉചിതമായ സമയത്ത് വിരമിക്കലെന്ന് വിരാട് കോഹ്ലി ആ പോസ്റ്റിൽ പറയുന്നുണ്ട്. എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഒരു കുറിപ്പിലാണ് ഈ രീതിയിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. 123 ടെസ്റ്റിൽ നിന്നും 9230 റൺസാണ് വിരാട് കോഹ്ലി നേടിയിട്ടുള്ളത്. 30 സെഞ്ചുറികൾ ഈ ഇന്നിംഗ്സിൽ ഉൾപ്പെടുന്നു. കൂടാതെ 14 വർഷം നീണ്ട കരിയർ, ഏറ്റവും നീണ്ട ഒരു കരിയർ എന്നും കൂടി വിശേഷിപ്പിക്കുന്നുണ്ട്. പല റെക്കോർഡുകളും ഭേദിച്ച ഒരു കരിയർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരം, ലോക ക്രിക്കറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം എന്ന രീതിയിലുള്ള വിശേഷണം ഇതെല്ലാം തന്നെ കോഹ്ലിയെ സംബന്ധിച്ചുണ്ട്. എന്തായാലും ഇന്ത്യൻ ടീമിന്റെ നായകത്വം വഹിച്ച ഒരു താരം, ആ രീതിയിലെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു താരം തന്നെ വിരമിക്കൽ പ്രഖ്യാപിച്ചു എന്നത് തന്നെയാണ് ഈ നിമിഷത്തിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. എന്തായാലും 2 താരങ്ങൾ, ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും സുപ്രധാനമായ, ഏറ്റവും സീനിയറായ 2 താരങ്ങൾ ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കിയിരിക്കുന്നു എന്നതാണ് രോഹിത്തുമായി ചേർത്ത് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും രോഹിത് ശർമ്മ വിരമിച്ചിരിക്കുന്നു. അതിന് പിന്നാലെ വിരാട് കോഹ്ലിയും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് ഈ നിമിഷത്തിൽ ഏറ്റവും പ്രധാനമായും പറയുന്ന ഒരു കാര്യം. ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഒരു കുറിപ്പിലാണ് 14 വർഷം നീണ്ട കരിയർ അവസാനിപ്പിക്കുന്നു, ടെസ്റ്റ് കരിയർ അവസാനിപ്പിക്കുന്നു എന്ന് വിരാട് കോഹ്ലി പ്രഖ്യാപിച്ചത്. ഉചിതമായ സമയത്താണ് വിടവാങ്ങൽ എന്നും പറയുന്നു. എന്തായാലും ഒരു മികച്ച താരം, മികച്ച ബാറ്റ്മാൻ എന്ന രീതിയിലെല്ലാം തന്നെ, മികച്ച പ്രകടനങ്ങളെല്ലാം തന്നെ ഉള്ള താരം, മികച്ച റെക്കോർഡുകളുള്ള താരം, ആ രീതിയിലെല്ലാം തന്നെ എല്ലാ തരത്തിലും എല്ലാ ഫോർമാറ്റിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച താരം ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കുന്നു, ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് കാളിദാസ് ഏറ്റവും പ്രധാനമായി ഈ നിമിഷത്തിൽ വരുന്ന വാർത്ത എന്ന് പറയുന്നത്. ശരി, കെ സി ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. വിരാട് കോഹ്ലി, ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിരിക്കുന്നു. ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് പ്രഖ്യാപനം. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഇന്ത്യൻ ടീമിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റ് പാരമ്പര്യത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്ന, അല്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിനോടുള്ള ഇന്ത്യൻ ടീമിൻ്റെ സമീപനത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്ന ഒരു ക്യാപ്റ്റൻ കൂടിയായിരുന്നു വിരാട് കോഹ്ലി എന്നുള്ളത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓസ്ട്രേലിയ ടീമിൻ്റെയും ഇംഗ്ലണ്ട് ടീമിൻ്റെയും ഒക്കെ കുത്തകയായിരുന്ന സ്ലെഡ്ജിംഗ് തന്ത്രം ഇന്ത്യൻ ടീമിനും സാധിക്കും. അത്തരത്തിൽ തങ്ങൾക്കും വലിയ രീതിയിൽ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കും. സ്ലെഡ്ജിങ്ങിന് വലിയൊരു സാധ്യത ഇന്ത്യൻ ടീമിൽ കാട്ടിക്കൊടുത്തൊരു ക്യാപ്റ്റൻ കൂടിയായിരുന്നു വിരാട് കോഹ്ലി. ആ വിരാട് കോഹ്ലിയാണ് ഇന്നിപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് വിരമിക്കൽ പ്രഖ്യാപനം. മറ്റു വാർത്തകളിലേക്ക് കൂടി പോകുന്നു. കൊല്ലം കൊട്ടാരക്കരയിൽ തെരുവ് നായകളിൽ നിന്ന് രക്ഷപ്പെടാനായി ഓടിയ അമ്മയ്ക്കും കുഞ്ഞിനും പരിക്ക്. കോട്ടാത്തല സ്വദേശി അമൃതയ്ക്കും മകൻ പൃഥ്വിക്കുമാണ് പരിക്കേറ്റത്. നായയുടെ കടിയേൽക്കാതിരിക്കാൻ അമ്മയും മകനും ഓടുകയായിരുന്നു. ഇരുവരും കൊട്ടാരക്കര സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തെരുവുനായകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനായി ഓടിയ ഒരമ്മയ്ക്കും കുഞ്ഞിനുമാണ് പരിക്കേറ്റത്. കൊല്ലത്താണ്. കൊല്ലം കൊട്ടാരക്കര കോട്ടാത്തലയിലാണ്. കോട്ടാത്തല സ്വദേശികളായ അമൃതയും അതോടൊപ്പം മകൻ പൃഥ്വിക്കുമാണ്
പരിക്കേറ്റത്. നായയുടെ കടിയേൽക്കാതിരിക്കാനായി മരണരക്ഷാർത്ഥം ഓടുകയായിരുന്നു എന്ന് തന്നെ പറയാം. ആ ഓട്ടത്തിനിടയിലാണ് പരിക്കേറ്റത് എന്നുള്ളതും കൂടിയാണ്. ഇരുവരും ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ, കൊട്ടാരക്കര സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിരാട് കോഹ്ലി വിരമിച്ചിരിക്കുകയാണ്. ആ വാർത്തയിലേക്ക് നമ്മൾ ഒന്നും കൂടി പോവാണ്. KC ഉണ്ണികൃഷ്ണൻ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഉണ്ണി, വലിയ രീതിയിലുള്ള ഒരു സങ്കടം തന്നെ കായിക പ്രേമികളുടെ ഉള്ളിലുണ്ട്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഈ ഒരു പ്രഖ്യാപനം എന്നുള്ളതും കൂടിയാണ്. നേരത്തെ ഇത്തരത്തിലൊരു അനുമാനങ്ങളൊക്കെ നമ്മളും പങ്കുവച്ചിരുന്നു. BCCI ആ ഒരു തീരുമാനത്തെ വീണ്ടും പുനഃപരിശോധിക്കാനൊക്കെ വിരാട് കോഹ്ലിക്കും നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും ആ ഒരു തീരുമാനം വിരാട് കോഹ്ലി എടുത്തിരിക്കുകയാണല്ലേ? കാളിദാസ്, വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റുകൾ പരമ്പരകളിൽ ഏറ്റവും കൂടുതൽ തവണ വിജയം നേടിക്കൊടുത്തൊരു നായകൻ എന്ന വിശേഷണമെല്ലാം തന്നെ വിരാട് കോഹ്ലിയെ സംബന്ധിച്ചുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സീരീസുകളിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം വിരാട് കോഹ്ലിയും ഉണ്ടായിരുന്നു. എന്നാൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്തൊരു സാഹചര്യം. പക്ഷേ മറ്റ് ഫോർമാറ്റുകളിൽ T20 ആവട്ടെ, അതോടൊപ്പം തന്നെ ഏകദിനമാവട്ടെ, ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. കൂടാതെ രോഹിത് ശർമ്മയ്ക്കൊപ്പം ചേർന്നുകൊണ്ട് തന്നെ ടീമിനെ വിജയത്തിലെത്തിക്കാനായി പല ഘട്ടങ്ങളിലും വിരാട് കോഹ്ലി കഴിഞ്ഞിട്ടുണ്ട്. അതും എടുത്തു പറയേണ്ട കാര്യമാണ്. കൂടാതെ വളരെ നീണ്ടൊരു കരിയറാണ് വിരാട് കോഹ്ലിയെ സംബന്ധിച്ച്. 14 വർഷത്തെ കരിയറാണ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും വിരാട് കോഹ്ലി കളമൊഴിയുമ്പോൾ ഒരു വലിയൊരു വിടവ് തന്നെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ടെസ്റ്റിൽ ഇന്ത്യയെ സംബന്ധിച്ചുള്ളത് എന്നതും പ്രധാനമായും പറയേണ്ട കാര്യമാണ്. എന്തായാലും ലോക ക്രിക്കറ്റിൽ ഏറ്റവും സുപ്രധാനമായ ഒരു താരം, സുപ്രധാനമായ സ്ഥാനം വഹിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഒരു സ്ഥാനം വഹിച്ച ഒരു താരമാണ് വിരാട് കോഹ്ലി. വിരാട് കോഹ്ലി ടീമിനെ നയിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് രോഹിത് ശർമ്മ നായകസ്ഥാനം ഏറ്റെടുക്കുന്നത്. ആ രീതിയിൽ എല്ലാം തന്നെ ഈ താരങ്ങളെ നമുക്ക് വിശേഷിപ്പിക്കാം. എന്തായാലും രോഹിത് ശർമ്മ കഴിഞ്ഞ ദിവസം വിരമിക്കൽ പ്രഖ്യാപിക്കുന്നു. അതിന് പിന്നാലെയാണ് വിരാട് കോഹ്ലി വിരമിക്കൽ പ്രഖ്യാപിച്ചേക്ക് വന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളെല്ലാം തന്നെ വരുന്നു. കൂടാതെ ഇംഗ്ലണ്ട് പരമ്പരയ്ക്കുള്ള ടീമിൽ തന്നെ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞിരുന്നതായുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ വരുന്നു. ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്നൊരു ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായ ഒരു വിരമിക്കൽ പ്രഖ്യാപനം ഉണ്ടാവുന്നത്. എന്തായാലും ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പങ്കുവച്ച കുറിപ്പിലാണ്, ദീർഘമായൊരു കുറിപ്പുണ്ട്. 14 വർഷത്തെ കരിയർ അവസാനിപ്പിക്കുന്നു. കൂടാതെ ഏറ്റവും ഉചിതമായ സമയത്താണ് വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ പോസ്റ്റിൽ വിശദമായി പറയുന്നു. എന്തായാലും അത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് താൻ വിരമിക്കുകയാണെന്നൊരു പ്രഖ്യാപനം വിരാട് കോഹ്ലി നടത്തുന്നത്. എന്തായാലും വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ ഘട്ടത്തിലും ടീമിന് മികച്ച രീതിയിലുള്ള ഒരു സപ്പോർട്ട് നൽകുന്നു. കൂടാതെ താരങ്ങൾക്ക് മികച്ച രീതിയിൽ സപ്പോർട്ട് നൽകുന്നു. ആ രീതിയിൽ പ്രകടനത്തിലുടനീളം വ്യത്യസ്തത കാഴ്ചവെച്ച ഒരു താരം എന്ന രീതിയിൽ തന്നെ വിരാട് കോഹ്ലി കാണാം. കൂടാതെ മറ്റ് ടീമിലെ താരങ്ങളെല്ലാം തന്നെ ആ രീതിയിൽ വലിയ ബഹുമാനം നൽകിയിരുന്ന ഒരു താരം എന്ന രീതിയിലെല്ലാം തന്നെ വിരാട് കോഹ്ലിയെ വിശേഷിപ്പിക്കാം. കൂടാതെ മികച്ച രീതിയിൽ മികച്ച റെക്കോർഡുകളെല്ലാം തന്നെ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ ഒരു നായകൻ അല്ലെങ്കിൽ ഒരു താരം എന്ന രീതിയിലൊക്കെ തന്നെ വിരാട് കോഹ്ലിയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ത്യക്കായി 123 ടെസ്റ്റുകളാണ് വിരാട് കോഹ്ലി കളിച്ചിട്ടുള്ളതിൽ 46.85 ശരാശരിയിൽ 9230 റൺസാണ് വിരാട് കോഹ്ലി നേടിയത്. അതിൽ 30 സെഞ്ചുറികളുണ്ട്, 31 അർദ്ധ സെഞ്ചുറികളുണ്ട്. എന്തായാലും 2011 വെസ്റ്റ് ഇൻഡീസിനെതിരെ കിങ്സ്റ്റണിലായിരുന്നു ഇന്ത്യക്കായി വിരാട് കോഹ്ലി അരങ്ങേറുന്നത്. കൂടാതെ ഈ കഴിഞ്ഞ 5 വർഷത്തെ ഒരു കരിയർ അദ്ദേഹത്തിന് നോക്കുകയാണെങ്കിൽ അതിൽ ഇടിവ് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് കരിയറിൽ ഉണ്ടായി എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും അത് ബാറ്റിംഗ് ശരാശരിയിലടക്കം കൂടാതെ പ്രകടനത്തിലടക്കം ഒരു ഇടിവെല്ലാം തന്നെ ഉണ്ടായി എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. നമുക്കറിയാം ബോർഡർ ഗവാസ്കർ ട്രോഫി അടക്കം ഒരു ഘട്ടത്തിലുണ്ടായി. ആ സീരീസിലടക്കം ഒരു മികച്ച രീതിയിലുള്ള പ്രകടനം പുറത്തെടുക്കാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യം താരങ്ങൾക്ക് കഴിയുന്നില്ല, ടീമിന് കഴിയുന്നില്ല. ആ രീതിയിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിമർശനമെല്ലാം കേൾക്കേണ്ട ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. പിന്നാലെയാണ് ചാമ്പ്യൻസ് ട്രോഫി നേടിക്കൊടുക്കുന്നു, അത് ഏകദിനത്തിലാണ്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെയുള്ള പ്രകടനങ്ങളെല്ലാം തന്നെ വരുന്നു. എന്തായാലും മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചിരുന്ന ഒരു താരം, അതോടൊപ്പം തന്നെ ടീമിന് എല്ലാ ഘട്ടത്തിലും ടീമിന്റെ നെടുന്തൂണായ ഒരു താരം തന്നെയാണ് വിരമിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും 37 ടെസ്റ്റിൽ 3 സെഞ്ചുറി അടക്കം കഴിഞ്ഞ 5 വർഷത്തിനിടെ കളിച്ച 37 ടെസ്റ്റിൽ 3 സെഞ്ചുറികളടക്കം 1990 റൺസ് മാത്രമാണ് കോഹ്ലിക്ക് നേടാനായി കഴിഞ്ഞത്. അത് വളരെ കുറവാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും 5 വർഷത്തിൽ കണക്കാണ്, അവസാനത്തെ 5 വർഷത്തിൽ കണക്കാണ് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞത്. എന്തായാലും 1990 റൺസ് മാത്രമാണ് കോഹ്ലിക്ക് ഈ 5 വർഷത്തിന് നേടാനായത്. അത് വലിയ ശരാശരിയിൽ വലിയ കുറവെന്ന രീതിയിലെല്ലാം തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പറയാൻ കഴിയും. എന്തായാലും വിരാട് കോഹ്ലി എന്ന താരം വലിയ രീതിയിൽ തന്നെ ടീമിൻ്റെ നെടുന്തൂണായ താരം, കൂടാതെ ടീമിന് എല്ലാ ഘട്ടത്തിലും
എല്ലാ ഘട്ടത്തിലും ടീമിനെ രക്ഷകനായി എന്ന രീതിയിലെല്ലാം തന്നെ വിശേഷിപ്പിക്കാം. ആ രീതിയിലെല്ലാം തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു താരം തന്നെയാണ് വിടവാങ്ങുന്നത്. എന്തായാലും ടെസ്റ്റ് ക്രിക്കറ്റിൽ വിരാട് കോഹ്ലി കരിയർ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട കാര്യം, രണ്ട് സുപ്രധാനമായ താരങ്ങൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കുന്നു. അതായത് ലോക ക്രിക്കറ്റിൽ ഏറ്റവും സുപ്രധാനമായ രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾ, ഏറ്റവും ഉയർന്ന നിലയിലുള്ള രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾ ടെസ്റ്റ് മതിയാക്കിയിരിക്കുന്നു എന്നതാണ് പ്രധാനമായും പറയേണ്ടത്. എന്തായാലും ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് അടുത്ത മാസം നടക്കേണ്ടിയിരിക്കുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിന് മുന്നോടിയായാണ് ഈ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. കാളിദാസ്. ശരി, KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. വിരാട് കോഹ്ലി വിരമിച്ചിരിക്കുകയാണ്. നമ്മൾ മറ്റു വാർത്തകളിലേക്കും കൂടി പോകുന്നു. KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുന്നു. കണ്ണൂരിൽ ഇപ്പോഴും അക്രമ രാഷ്ട്രീയം അരങ്ങേറുകയാണ്. കഴിഞ്ഞ ദിവസം